ഹലോ എവ്രി വൺ. സോ ഇന്ന് നമുക്ക് വൂസ്ബർഗിൽ തന്നെയുള്ള ഒരു ഫോർട്രസ് കാണാൻ പോയാലോ? സോ ഇത് വൂസ്ബർഗ് ഓൾഡ് മെയിൻ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഈ ഫോർട്രസിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഇവർ എൻ്റെ കൂടെ ഉണ്ടാവും. സോ ഞാൻ ആദ്യം ആ ഫോർട്രസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. സോ ദിസ് ഈസ് മറൈൻബർഗ് ഫോർട്രസ് which was built between 13th to 18th century and it was built by bishops of Wurzburg. ഇത് നമ്മുടെ വൂസ്ബർഗിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ലെഫ്റ്റ് ബാങ്ക് ഓഫ് ദ മെയിൻ റിവർ ആൻഡ് ഇറ്റ് സെർവ്ഡ് ആസ് എ ഹോം ഓഫ് ലോക്കൽ പ്രിൻസ് ബിഷപ്സ് ഫോർ നിയർലി 5 centuries. ആൻഡ് നമ്മൾ കുറേ നടന്ന് വേണം അങ്ങോട്ടേക്ക് പോകാൻ. എൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് കുറച്ച് നടക്കാനുണ്ടായിരുന്നു, ഒരു 30 minutes പ്ലസ് നടക്കാനുണ്ടായിരുന്നു. അതും കുന്നുപോലുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഓരോ സ്ഥലവും കാണാൻ എന്ത് രസമാണ്. അത് ജർമ്മനി മൊത്തം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറേ നടക്കാനുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴാണെങ്കിൽ പോലും മീൻസ് ഇത് സ്ലോപ്പ് പോലെയായിരുന്നു. പക്ഷേ ഒരു പാടാണ് കുറച്ച് നടന്ന് വരാനായിട്ട്. ഇങ്ങനെ ഇറക്കമാകുമ്പോൾ പോലും ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ പയ്യെ നടന്നു. പകുതി എത്തിയപ്പോൾ എനിക്ക് തോന്നി കയറണമെന്ന് തോന്നി. കാരണം പിന്നെയും ആ ഫോർട്രസ് കാണണമെങ്കിൽ നമ്മൾ കുറേ നടക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്ലേസസ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് പുതിയ സ്ഥലമല്ലേ, അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ രസമുണ്ട്. പക്ഷെ ഒരുപാട് നടക്കാനുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ട്രാമോ ബസ്സോ ഒന്നുമില്ല. ഇവരുടെ ഓരോ ആർക്കിടെക്ചറും ഭയങ്കര രസമാണ്. ലൈക്ക് അത് അവരുടെ ആർക്കിടെക്ചറിനെ സമ്മതിക്കണം. ഇങ്ങനെ ഓരോ ബിൽഡിങ്സൊക്കെ ഇത്രയ്ക്ക് കണ്ണിന് ആകർഷണമായ രീതിയിൽ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, ശരിക്കും ഈ ഫെയറി ടെയിൽസിലൊക്കെ നമ്മൾ ഇങ്ങനെ കൊട്ടാരങ്ങൾ കാണാറില്ലേ, ശരിക്കും അതൊക്കെ റിയലായിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഈ ഫോർട്രസിൽ തന്നെ ഒരു അതിനോട് അനുബന്ധിച്ച ഒരു മ്യൂസിയം ഉണ്ട്. അത് വിസിറ്റേഴ്സിന് വന്നിട്ട് ഇവിടുത്തെ ഹിസ്റ്ററിയും ആർക്കിടെക്ചറും ഒക്കെ ഇൻ ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് ടിക്കറ്റൊക്കെ എടുക്കണം. നമ്മളതുകൊണ്ട് അതൊന്നും കണ്ടില്ല. പിന്നെ കണ്ടോ, ഈ ഫോർട്രസിൻ്റെ ആ മേളിൽ ആ ഭാഗത്തായിട്ട് നമ്മൾ എത്തി. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൂസ്ബർഗ് സിറ്റി മൊത്തത്തിൽ കാണാൻ പറ്റും. ലൈക്ക് ഭയങ്കര രസമായി. ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലമൊക്കെ എനിക്ക് ചെറുതായിട്ട് കാണാൻ പറ്റി. ലൈക്ക് അതിൻ്റെ അടുത്തുള്ള റീജിയൻ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല വ്യൂ ആണ്. കുറേ നേരം ഇവിടെ വന്ന് നിൽക്കാനൊക്കെ രസമാണ്. പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു 5-6 പേര് ഒന്നിച്ച് വരാണെങ്കിൽ സംസാരിച്ച് പോകുമ്പോൾ നമുക്ക് അവിടെ എത്തുന്നത് അറിയത്തില്ല. ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കണ്ടോ, എന്ത് നല്ല വ്യൂ ആണ്. കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാൽ പിന്നെയും നല്ല വ്യൂ കിട്ടും. ഇത് കണ്ടോ, നമ്മൾ അവിടെ നിന്ന് ഇത്രയും നടന്നാണ് ഇവിടെ കയറി വന്നത്. ഞാൻ ഇത്രയും നടന്നെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ എവിടെ വന്നിട്ട് ഏതൊരു കാസിലാണ് നമ്മൾ വന്നത്. പക്ഷേ ഇത് കാസിലാണോ അതോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെ വെറുതെ പോകുന്നുണ്ട്. ഇവിടെ കഥകളൊന്നും അടച്ചിട്ടില്ല, ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് തിരിച്ചു പോകാം. ശരിക്കും ഇതൊക്കെ ഓരോ മാനിഫെസ്റ്റേഷൻ തന്നെയായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ ജേർണി തുടങ്ങിയപ്പോൾ ഞാൻ ജർമ്മനിയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എത്താൻ പറ്റുമെന്നൊന്നും ഞാൻ ഇതുവരെ വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റാണ്. ഇറ്റ്സ് നോട്ട് ദ സെയിം ലൈക്ക് ഐ ഹാഡ് ബിഫോർ. സോ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റിൽ ലൈഫിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ലൈറ്റൊക്കെ തെളിഞ്ഞ് ക്രിസ്മസ് ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതിനേക്കാളും ഭംഗിയുണ്ടാവും കാണാൻ. ഇപ്പോൾ തന്നെ എന്ത് രസമാണ്. ലൈക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ ലൈറ്റ്സ് ഫുൾ ഓൺ ആകുമ്പോൾ ഭയങ്കര നല്ല വ്യൂ ആണ്. അത് ശരിക്കും നേരിട്ട് വന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ. പിന്നെ ഇത് നമ്മൾ തിരിച്ചു വന്നപ്പോൾ മറ്റേ മെയിൻ ബ്രിഡ്ജില്ലേ, അവിടുത്തെ വ്യൂ ആണ്. ഓക്കെ, ഇനി അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലമായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.